ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനീസ് ലിറ്റിൽ വേൾഡ്. ഇനി നമ്മൾ പ്ലാന്റിങ് ഫീൽഡിലാണ്. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സൂപ്പർ ഷെയ്ഡുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ ഈ മരങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അവർ അതിൻ്റെ ആയിട്ടൊരു സ്ട്രെച്ചറിൽ വളച്ച് എടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല ഷെയ്ഡാണ്. നമുക്കിതിനകത്ത് വെഡ്ഡിങ് ഷൂട്ടൊക്കെ എടുക്കുകയാണെങ്കിലും ബർത്ത്ഡേയുടെ ഒക്കെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലൊക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല താണാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള കംപ്ലീറ്റ് വീഡിയോസും ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടിംഗ് ആയാലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടിയുടെയൊക്കെ പോസ്റ്റർ കാർഡൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രത്യേക ഒരു നല്ല വൈബാണ് കേട്ടോ. ഇപ്പം നല്ല തണുപ്പും ഒരു കാറ്റും ഒക്കെ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൂടെ കറങ്ങി ഇങ്ങനെ നടക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും ഈ ആടി ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാന്റിങ് ഫീൽഡിൽ വരിക. കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു നല്ലൊരു ഗാർഡനാണ്. ബ്യൂട്ടിഫുൾ ഗാർഡനാണ്. ബ്യൂട്ടിഫുൾ, ദർ ഇസ് നോ വേർഡ്സ് യുനോ. നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ എൻ്റെ വ്യൂ കണ്ട സൂപ്പർ അല്ലേ. പ്ലാന്റിങ് ഫീൽഡിലെ വിശേഷങ്ങൾ ഇതോടെ തീരുന്നില്ല. നമുക്ക് അങ്ങേ സൈഡിൽ റോസ് ഗാർഡൻ ഉണ്ട്. നമുക്ക് ആ റോസ് ഗാർഡൻ്റെ വിഷലും കൂടെ നമുക്ക് ഒന്ന് എടുത്തിട്ട് വരാം. കുട്ടികളെ കൊണ്ടൊന്നുണ്ടല്ലോ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നല്ല സ്ട്രെച്ചറിലാണ് അവർ വളച്ച് അത് കമ്പിയുടെ മുകളിൽ കൂടെ കയറ്റിയാണ് വിട്ടിരിക്കുന്നത്. ഓക്കെ, എന്താ ഗാർഡനിലെ എല്ലാ വിശേഷങ്ങളും നമ്മളിത് തുടങ്ങിയ സമയം മുതൽ നമ്മളിവിടുത്തെ വീഡിയോസ് നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഈ മരങ്ങളുടെ ഈ സെക്ഷൻ കണ്ട, ഈ മരങ്ങളൊക്കെ നല്ല സൂപ്പർ സ്ട്രക്ചറിൽ അവർ വളച്ച് വിട്ടെടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് റോസ് ഗാർഡനിലേക്ക് പോകാം. നമുക്ക് തിരിച്ച് ഇതിനകത്ത് കൂടെ തന്നെ പോകാം കേട്ടോ. ഹസ്ബൻഡ് അങ്ങേ സൈഡിൽ ടൂലിപ്പ് ഗാർഡനിലേക്ക് പോയിരിക്കുകയാണ്. ടൂലിപ്പിൻ്റെ സെക്ഷനും ഇതേമാതിരി ഒരു പ്രത്യേക സെക്ഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടൂലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഗാർഡനിലെ വിശേഷങ്ങൾ അവിടെ കാണാം. ഞാൻ ഈ സെക്ഷൻ പറഞ്ഞെന്നറിയാമോ, നമ്മൾ ദൂരെ നോക്കിയേ നല്ല പോസ്റ്റ് കാർഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ് ഈ സൈഡ്. അപ്പം നമുക്കടുത്തത് ഗാർഡനിലേക്ക് ഇറങ്ങാം. ഈ സൈഡിലത്തെ മരങ്ങളുണ്ടോ, ഇത് ഭംഗിയിലാണ്. അവിടെ ഒരു ഡേ ഔട്ടിൽ കുട്ടികളെയും കൊണ്ട് പോയൊക്കെ വരികയാണെങ്കിൽ നോക്കുക, ഞാനിപ്പോൾ കയറി ഇറങ്ങി വന്ന ഒരു വിഷ്വലാണത്. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ അവർ ടൂലിപ്പിൻ്റെ സീഡ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബ്ലൂം ആയിട്ടില്ല, അത് കിളിച്ച് വന്നിട്ടില്ല. ചില ചെടികളൊക്കെ ഉള്ളൂ കിളിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. ഓരോത്തിനും ഓരോ സെക്ഷനായിട്ടാണ് അവരത് സെറ്റ് ചെയ്യണത്. ഈ കാണുന്നതെല്ലാം ടൂലിപ്പല്ല കേട്ടോ, ഡാലിയയുടെ സെക്ഷനാണ്. ഇതിൻ്റെ ഗ്രീൻ വേർഷനും അതിൻ്റെ റെഡ് വേർഷനും ഉണ്ട്. ഇതിനകത്തും ഇത് മുഴുവനും ഡാലിയയുടെ സെക്ഷനാണ്. ഒരാൾ വേറിരിക്കുന്നുണ്ട്. എന്നെ പറക്കിലിറക്കി വിട്ടിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ കാത്തിരിക്കും. എന്താ, ഇതെല്ലാം ഡാലിയയുടെ സെക്ഷനാണ്. റോസ് ഗാർഡൻ അങ്ങേ സൈഡിൽ. ഇത് ഡാലിയയുടെ സെക്ഷനാണിത്. ഡേ ഔട്ടിനൊക്കെയുള്ള സൂപ്പർ സ്പേസാണ്. പാർട്ടി നടത്താൻ വേണ്ടി നേരത്തെ അവരോട് ബുക്ക് ചെയ്യണം. നിറയെ മരങ്ങൾ, ഗബീസ് ഉണ്ട് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗബിയാണ്. അപ്പോൾ നല്ല തണുപ്പ് ഉള്ള ഒരു പ്ലേസാണ്. നമുക്ക് ചൂടൊന്നും അധികം ഫീൽ ചെയ്യത്തില്ല. നല്ല പഴക്കമുള്ള മരങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ സൈഡൊന്നും അധികം പൂത്തിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ഓരോ മന്ത്ലി ഓരോരോ പ്ലാന്റുകളാണ് പൂക്കണത്. നടക്കാനായിട്ട്
താല്പര്യമുള്ളവർക്ക് സൂപ്പറായിട്ട് നടന്നു കയറണം അവരുടെ ഇതിൽ. ഇതുവഴിയായിരുന്നു കയറി, അതുവഴിയായിരുന്നു കയറി. ഡാലിയയുടെ വെറൈറ്റി കളക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിങ് ഫീൽഡിൽ തന്നെ വരണം. നമ്മൾ നാട്ടിലില്ലാത്ത എല്ലാ കളക്ഷനും ഉണ്ടോ. എന്തോ വലിപ്പം നോക്കിയാൽ പൂക്കൊക്കെ താമരയുടെ വലിപ്പം ഉണ്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം തായ്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന താമരയില്ലേ, അതേമാതിരിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടോ. വെള്ളമില്ലാത്ത ആൾക്കാർക്ക് പിന്നെ താമര വളർത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് വളർത്തിയാൽ മതി. ഇതേ അതേ ഷേപ്പാണ് ഉണ്ടോ. ഇതിൻ്റെ നെയിം ഇതാണ്. പർപ്പിൾ കളറിനെക്കാട്ടിലും ബെസ്റ്റ് ഇത് ആ റെഡ് കളറാണ് ഉണ്ടോ. അതിൻ്റെ മുട്ടുണ്ടല്ലേ, അത് വിരിഞ്ഞു വരുന്ന അതിൻ്റെ വിരിഞ്ഞു വരുന്ന നിൽക്കുന്നതും വിരിയാനുള്ളതും എൻ്റെ മുട്ടും. ഇതിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ്റെ ഈ സെക്ഷനിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പൂക്കടെ ഒരു നല്ല ഒരു ഘോഷയാത്രയാണ് ഇവിടെ. നോക്കിയേ, ഡാലിയ അത് ഇതെല്ലാം ഡാലിയ. ഇതവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന പുതിയ പുതിയ ഡബിൾ 2 ബഡ് ചെയ്ത് വെക്കത്തില്ലേ. ഇതുണ്ട്, ഈ കളറുണ്ടോ. ഇതിൽ പകുതി ഓറഞ്ചും പകുതി പിങ്കും അല്ലേ ഉണ്ടോ. ഇത് ബഡ് ചെയ്യുന്നത്. ഇത് ലേറ്റസ്റ്റ് വേർഷനിലുള്ള ഡാലിയാസാണത്. ഇതാകുമ്പോൾ എല്ലാ വർഷവും കിളിച്ച് വരും. നമുക്ക് പ്രത്യേകിച്ച് എല്ലാ വർഷവും നടേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നിന്നത് കിളിച്ച് വരും. അതാണ് ഡാലിയയുടെ ഒരു ഗുണം. എല്ലാ കളറും ഉണ്ട് കേട്ടോ, ഡാലിയയുടെ എല്ലാ കളറും ഉണ്ട്. ഇതാണ് ഡാലിയയുടെ സംഭവം. നമുക്ക് ഈ സൈഡിലത് പർപ്പിൾ. ഈ 2 സൈഡിൽ നിൽക്കുന്ന ചെടി നോക്കി എന്ത് രസമുണ്ടെന്ന് നോക്കി. പർപ്പിൾ ലാവൻഡർ ഉണ്ടാ 2 സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ തിങ്സ് നോക്കി. ഇതിൻ്റെ നടുക്കൂടെ നടന്നു വരുവാണെങ്കിൽ എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ സെക്ഷൻ മാത്രമല്ല, ഇതേപോലെ ഈ സെക്ഷനിലും ഉണ്ട് കണ്ടോ. അവരത് വളവിടുകയാണ് 2 സൈഡിൽ. ഇതുവഴി നമുക്ക് ഈ സൈഡിലെത്തേത് ഇത് നമ്മുടെ കാറ്റാണ് വൈസ്, നല്ല കാറ്റാ. ഡാലിയയുടെ വേർഷൻ ഇഷ്ടം പോലെയുള്ള കളറും ഡിഫറെൻറ്റ് സൈസിലുള്ള ഡാലിയാസും ഒക്കെ ഇവിടെ ഉണ്ട്. എന്താ റോസ് കളറിൽ ഒരു ഇതിൻ്റെ പ്രത്യേകിച്ചും വളമൊക്കെ ഇടുന്ന സമയം ഇപ്പോൾ അല്ലേ. ഓരോ ഗ്രാസ് ഫീൽഡിൻ്റെ നടുക്കൊരു സെക്ഷൻ അവർ സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് പുല്ല് കളിക്കാത്ത രീതിയിലാണ് ഈ ഡാലിയ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ ഡാലിയയുടെ ഒരു ഫാമിലിയാണ്. അതാണ്ട് ഈ സൈഡ് തന്നെ ഉണ്ടോ. ഇത്രയും പുല്ലുകൾ നിൽക്കുന്നതിന് നടുക്ക് കുറച്ച് സ്പേസ് അവർ എടുത്തിട്ട് ആ സൈഡിലാണ് അവരിങ്ങനെ ഡാലിയ സെറ്റ് ചെയ്യണത്. എന്താ എല്ലാ കളറും ഉണ്ട്. ഇതൊക്കെ മുട്ട് വിരിയാനുള്ള മുട്ടുകളാണ്. അത് നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിൽ പറയുന്ന ആ താമര പറയത്തില്ലേ, ഫിലിപ്പീനിന്നൊക്കെ തായ്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന താമരയുടെ അതേ ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് ഇത് മൊത്തം. അത്രയും വലിപ്പമുള്ള ഫ്ലവേഴ്സ്. അപ്പോൾ താമര നടാനായിട്ട് നമുക്ക് വെള്ളമില്ലെന്നുണ്ടെങ്കിൽ നമുക്കിതേ ഈ ഡാലിയ സെറ്റ് ചെയ്താൽ മതി. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ട ആ റെഡാണ്. ഭയങ്കര നല്ല ബ്രൈറ്റ് കളറുള്ള റെഡ് കണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഡാലിയ കളക്ഷൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഡാലിയയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് വിത്ത് വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.